ആവേശം എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആവേശത്തിലെ ഫഹദ് ഫാസിലിൻ്റെ രംഗൻ എന്ന ക്യാരക്ടറിൻ്റെ ശരിക്കുമുള്ള പേര് കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. തിയേറ്ററുകളിൽ ആവേശപൂരമൊരുക്കി മുന്നേറുകയാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം. ഫഹദ് ഫാസിൽ നായകനായ ആവേശം മറ്റു വിഷു ചിത്രങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. ബാംഗ്ലൂരുവിലെ ഗ്യാങ്സ്റ്ററായ രംഗനായി ഫഹദിൻ്റെ ഗംഭീര പെർഫോമൻസാണ് ചിത്രത്തിൽ. കോമഡിയും മാസും ഇമോഷൻസും എല്ലാം ചേർന്ന പെർഫെക്റ്റ് പാക്കേജാണ് ഫഹദിൻ്റെ രംഗൻ. എന്നാൽ രംഗൻ എന്ന പാതി മലയാളിയായ ഗ്യാങ്സ്റ്ററിൻ്റെ യഥാർത്ഥ പേര് കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒരു മലയാളിക്ക് എങ്ങനെ രംഗൻ എന്ന പേര് വന്നുവെന്ന് സിനിമ കണ്ട പലർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ രംഗൻ്റെ യഥാർത്ഥ പേര് സിനിമയുടെ അണിയറ പ്രവർത്തകർ ചെറുതായി സൂചിപ്പിച്ചിരുന്നു. രംഗൻ ബിബിക്ക് അയച്ചു കൊടുത്ത റീലിൽ യഥാർത്ഥ പേര് ചെറുതായി കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ റീലിൽ ഓഡിയോയുടെ സ്ഥാനത്ത് ഒറിജിനൽ ഓഡിയോ ബൈ രഞ്ജിത്ത് ഗംഗാധരൻ എന്ന് കാണിച്ചിട്ടുണ്ട്. രംഗ എന്ന പേരിൻ്റെ പൂർണ്ണരൂപം രഞ്ജിത്ത് ഗംഗാധരൻ ആണെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഒരു കർണാടക ഗ്യാങ്സ്റ്ററിന് രഞ്ജിത്ത് എന്ന പേര് എങ്ങനെ ചേരും എന്നതുകൊണ്ടാണ് രംഗ എന്നാക്കിയതെന്ന് പവനായി സ്റ്റൈലിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. രംഗൻ്റെ വലങ്കയ്യായ അംബാന് പോലും അറിയാത്ത കാര്യം കണ്ടുപിടിച്ച സന്തോഷത്തിലാണ് സോഷ്യൽ മീഡിയ. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം ഇതിനോടകം തന്നെ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു കഴിഞ്ഞു. ഫഹദിന് പുറമെ ഹിപ്സ്റ്റർ, റോഷൻ, മിഥുൻ, ആശിഷ് വിദ്യാർത്ഥി, മൻസൂർ അലിഖാൻ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെയും ബാനറിൽ അൻവർ റഷീദും നസ്രിയയുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ആവേശം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.